ഹലോ ഗുഡ് ഈവനിങ്, ദിസ് ഈസ് നെബു. വെൽക്കം ടു മാർക്കറ്റ് ഔട്ട്ലുക്ക്. ഇന്നത്തെ ഡേറ്റ് 27 ജനുവരി 2026. അങ്ങനെ 3 ദിവസത്തെ ഹോളിഡേയ്ക്ക് ശേഷം ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പണായി. എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ചാർട്ടിൽ കൂടെ പരിശോധിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഓരോ ക്യാൻഡിലും റിപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ ദിവസത്തെയാണ്. ഓക്കെ, ഇന്ന് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് അപ്പിയർ ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് വലുതാക്കാം. ഇപ്പം നമ്മളിങ്ങനെ വലുതാക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ. അതിൻ്റെ രണ്ട് സൈഡിലോട്ടും അതിൻ്റെ വിപ്പും ലോങ് ആണ്. ഓക്കെ, പിന്നെ 2-3 കാര്യങ്ങൾ നമുക്കിവിടെ നോക്കുമ്പം അതിൻ്റെ ക്ലോസിങ് നമ്മുടെ റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്താണ് അത് ക്ലോസ് ചെയ്തേക്കുന്നത്. 200-ഡേ മൂവിങ് ആവറേജിനെയും ക്രോസ് ചെയ്തു. അതേപോലെ 25163 ബ്രേക്ക് ചെയ്താണ് അത് ക്ലോസ് ചെയ്തേക്കുന്നത്. അത് നല്ലൊരു സൈനാണ്. ഓക്കെ, 5 മിനിറ്റ്സ് ചാർട്ടിലേക്ക് പോകാം. നമ്മൾ 5 മിനിറ്റ്സ് ചാർട്ട് എടുത്ത് നിഫ്റ്റിയുടെ 5 മിനിറ്റ്സ് ചാർട്ട് എടുത്ത് നോക്കുമ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ 25,000 ഇതിൻ്റെ മെയിൻ ഒരു സപ്പോർട്ട് ലെവൽ. ഓക്കെ, അപ്പം സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഇന്ന് നിഫ്റ്റി 2 പ്രാവശ്യം ഇതിനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, രാവിലെ തന്നെ 25,000 ബ്രേക്ക് ചെയ്തു താഴെ വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10-11 മണിയായപ്പം വീണ്ടും ഒന്ന് ബ്രേക്ക് ചെയ്തു 25,000. പിന്നെ ഇമ്മീഡിയറ്റ്ലി റീബൗണ്ട് നടത്തി. ഓക്കെ, പിന്നെ ഈവനിങ്ങിലും ഒരു 2 മണിയായപ്പം, ഉച്ചയ്ക്ക് 2 മണിയായപ്പം വീണ്ടും അവിടെ വന്ന് സപ്പോർട്ട് എടുത്തു 25,000. പിന്നെ നല്ലൊരു റാലി നടത്തി. ഈ റാലിക്ക് പിന്നിൽ ഇന്ത്യ EU തമ്മിലുള്ള എഗ്രിമെൻറ്റ് ഫൈനലൈസ് ആയതിൻ്റെ ഒരു റാലിയാണിത് മാർക്കറ്റ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. 2 വട്ടം ഇന്ന് US പല അലിഗേഷനുമായിട്ട് വന്നു ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റിനെയൊക്കെ വലിച്ചിടാനായിട്ട്. ആ ന്യൂസിൻ്റെ പുറത്ത് ഇന്ന് നിങ്ങൾ മാർക്കറ്റ് ന്യൂസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാം 2 വട്ടം അവർ നെഗറ്റീവ് ന്യൂസുമായിട്ടൊക്കെ വന്നു അമേരിക്കൻസ്. ബട്ട് മാർക്കറ്റ് പിടിച്ചു നിന്നു. ദെൻ അറ്റ് ദ എൻഡ് മാർക്കറ്റിൻ്റെ വലിയൊരു റെസിസ്റ്റൻ്റ് ആയിരുന്നു 200-ഡേ മൂവിങ് ആവറേജ്. അതിനെ ബ്രേക്ക് ചെയ്തു. അതേപോലെ തന്നെ 25163 ഒരു റെസിസ്റ്റൻ്റ് ആയിരുന്നു. അതിനെയും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. ഇന്നത്തെ ക്ലോസിങ് ക്യാൻഡിൽ ഗ്രീനാണ്. നമ്മൾ നോക്കാമെങ്കിൽ കാണാം ഇന്നത്തെ ക്ലോസിങ് ക്യാൻഡിൽ ഗ്രീനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാ ഇൻഡൈസസും ഒന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ സെൻസെക്സ് 0.39% അപ്പായിട്ടുണ്ട്. നിഫ്റ്റി 0.51% അപ്പായിട്ടുണ്ട്. ബാങ്കിങ് സെക്ടേഴ്സ് 1.25. ബാങ്കിങ് സെക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇന്ന് റാലി നടത്തിയിരിക്കുന്നത്. ആരൊക്കെ ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നല്ലൊരു റാലി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കണ്ടു കാണും. പിന്നെ മിഡ് 0.59, ദെൻ സ്മോൾ ക്യാപ്പ് 0.49%. ഇങ്ങനെയാണ് മാർക്കറ്റ് ഇന്ന് പെർഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു മണി കൺട്രോളിൻ്റെ അവരുടെ ടോപ്പ് ന്യൂസിൽ പോയി നോക്കാമെങ്കിൽ ഇന്ന് അവിടെ തന്നെ പറയുന്നുണ്ട് സെൻസെക്സ് ജം 320 പോയിൻറ്റ്സ്, നിഫ്റ്റി നിയർ 25,200, ലെഡ് ബൈ മെറ്റൽ ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റോക്സ്. ഓക്കെ, ഇന്ന് അതുപോലെ വേറൊരു വാർത്ത വന്നേക്കുന്നത് ഇന്നത്തെ ഇന്ത്യയും EUവും തമ്മിലുള്ള എഗ്രിമെൻറ്റിലെ ഓട്ടോ സെക്ടറിൽ കണ്ടമാനം അവർ ടാക്സ് കുറച്ചിട്ടുണ്ട്, താരിഫ് കുറച്ചിട്ടുണ്ടെന്ന് ഒരു വാർത്ത സ്പ്രെഡായപ്പോഴത്തേക്ക് ഓട്ടോ സെക്ടർ കണ്ടമാനം ഇടിഞ്ഞു. ഓക്കെ,
ഓട്ടോ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്തവർ പാനിക്കൊന്നും ആകണ്ട. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ $40,000 മേളിലോട്ടുള്ള കാറുകൾക്കാണ് നമ്മളിപ്പം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനായിട്ട് അവർ അനുവദിച്ചേക്കുന്നത്. $40,000 മേളിലോട്ടുള്ള വണ്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അതിന് താഴോട്ടുള്ള വണ്ടികളൊന്നും ഇറക്കുമതി ചെയ്യാനായിട്ട് എഗ്രിമെൻ്റ് ഇല്ല. അപ്പം ഈ $40,000 മേളിലോട്ടുള്ള വണ്ടികൾക്ക് നേരത്തെ ഇന്ത്യയിൽ 110% ആയിരുന്നു അതിൻ്റെ താരിഫ്. ഓക്കെ, അതിനെ ഇപ്പം 70% ആയിട്ട് അതിനെ കുറച്ചു. 110-ന് 70% ആക്കി കുറച്ചു. അപ്പോൾ നമ്മൾ ഈ 40,000-നെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ $40,000 കൺവേർട്ട് ചെയ്യുമ്പം 36,61,000 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, അപ്പം എൻ്റെ അറിവിലിപ്പം 36 lakhs-ന് മേലോട്ടുള്ള ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന വണ്ടികൾ എൻ്റെ അറിവിലൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പം പിന്നെ ഉള്ളതെല്ലാം ഫോറിൻ ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടികളാണ്. 36 lakhs-ന് മേലോട്ടുള്ള വണ്ടികൾ. അപ്പോൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന മാരുതി, മഹീന്ദ്ര, ടാറ്റ അവർക്കൊന്നും വലിയ എന്താ പറയുന്നത് ഇടിവൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അവരുടെ സെയിൽസിൽ. ബിക്കോസ് ഇന്ത്യൻ ഫാമിലി സാധാരണ മേടിക്കുന്ന മിഡിൽ ക്ലാസ് ഫാമിലികൾ അവർ മേടിക്കുന്ന അവരുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 to 15 lakhs കാണത്തുള്ളൂ. സോ ഇത് $40,000 and above ഉള്ള പ്രൈസുള്ള വണ്ടികളേ ഉള്ളൂ ഇന്ത്യയിലോട്ട് വരുന്നത്. സോ ആരെങ്കിലും മാരുതി, മഹീന്ദ്ര, ടാറ്റ ഈ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഷെയറുകൾ ഇത് കയറാനേ പോകുന്നുള്ളൂ. കാരണം ഈ എസ്പെഷ്യലി മാരുതി ആൻഡ് മഹീന്ദ്ര കുറേ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പല രാജ്യങ്ങളിലും മാരുതി ആൻഡ് മഹീന്ദ്ര ഇവർ രണ്ടുപേരും ഇഷ്ടംപോലെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് കമ്പനികൾക്ക് ഒന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ ടാറ്റയ്ക്കും. അപ്പോൾ മാർക്കറ്റ് ഔട്ട്ലുക്ക് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് മാർക്കറ്റ് ടുവേർഡ്സ് ദ എൻഡ് റാലി ചെയ്തതുപോലെ നാളെ മാർക്കറ്റ് റാലി ചെയ്യട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് and God bless you. Take care.